ഒരു ദിവസം മനോരമ പത്രം രാവിലെ വന്നപ്പോൾ അദ്ദേഹം ആശ്രമത്തിലുള്ള സമയത്താണ്. അതിൽ സിറിൽ മാർ ബസേലിയോസ് തിരുമേനി മലങ്കര കാത്തോലിക്ക സഭയുടെ കാത്തോലിക്ക ബാവയായി അവരോധിക്കപ്പെട്ടു. അപ്പോൾ തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന ഷെമ്മാച്ചന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെ ഇരുന്ന് ഞാനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ. തിരുമേനി ഒരു മുറിയിലിരിക്കുന്നു, കിടക്കുന്നു. ഞങ്ങൾ ഇപ്പുറത്ത് അതിൻ്റെ ഒരു സ്വീകരണ മുറിയിൽ കിടക്കുന്നു. ആ സമയത്ത് തിരുമേനിയോട് ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് ഷെമ്മാച്ചന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചത്. മലങ്കര സഭയുടെ കാത്തോലിക്ക ബാബ എന്നുള്ള നിലയിൽ തിരുമേനി ഇരിക്കുമ്പോൾ മറ്റൊരു സഭയിലുള്ള ആളുകൾ അതേപോലെ കാത്തോലിക്ക ബാബ എന്ന പേരിൽ അവരോധിക്കപ്പെടുമ്പോൾ തിരുമേനിയുടെ പ്രതികരണം എന്താവുമെന്ന് എല്ലാവരും ഇങ്ങനെ വിചാരിച്ചിരിക്കും. ഈ ഷെമ്മാച്ചന്മാർക്ക് പോയി പറയാനായിട്ട് പേടി. അവർ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചു. അപ്പോൾ തിരുമേനിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് പാമ്പാടി ദേറയിൽ വെച്ചാണ്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതിൻ്റെ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആശ്രമത്തിൽ വന്നു. അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പെട്ടെന്ന് ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവായിട്ടുള്ള ഞാൻ അദ്ദേഹത്തെ കാണുകയും മറ്റൊരു മതത്തിലെ ആളായിട്ടുള്ള ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയും യാതൊരു മടിയും കൂടാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലേക്ക് വരികയും ചെയ്ത ആ ഒരു ബന്ധം ഏതാണ്ട് ഒരാഴ്ചയുടെ മാത്രമായിരുന്നില്ല. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയോഗത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു. സൂര്യഭാസുരമായ ആ തേജസ്സിന് മുന്നിൽ ഞാൻ ഈ പത്രവുമായി കടന്നു ചെന്ന സമയത്ത്, അത് വായിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുഖത്ത് നിസ്സംഗമായ ഒരു ധ്യാന മൗനം ഞാൻ കാണുകയുണ്ടായി. ഈ വാർത്ത പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിറിൽ മാർ ബസേലിയോസ് തിരുമേനിക്ക് അങ്ങനെ ഒരു ദൈവ നിയോഗം ഉണ്ട് എങ്കിൽ അത് നടക്കട്ടെ. ഷെമ്മാച്ചന്മാരായിട്ടുള്ള ആളുകൾ അടുത്തിരുന്ന് അത്ഭുതം കൂറിയ ഒരു സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ അത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ആത്മീയ പുരുഷന്മാരായ ആളുകൾ അധികാരത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന വർത്തമാനകാല പരിതസ്ഥിതിയുടെ ദുസ്ഥിതമായ ലോകത്ത് തൻ്റെ ആത്മീയ ജീവിതം കൊണ്ട്, തൻ്റെ ശാന്തഗംഭീരമായ മൗനം കൊണ്ട്, തൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ട് അദ്ദേഹം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി മാറുകയായിരുന്നു.